ഞാനിപ്പോൾ താസിദോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചതിന് പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. നേരത്തെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏത് ഡേറ്റ് വരുന്നുണ്ട് അതെനിക്കറിയില്ല എന്ന്. ഒരു താസിദ്ദാർക്ക് അറിയില്ല എന്നാണ് പറയുന്നത് ഈ വിവാദം നടത്തിയിട്ട് പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് പെർമിഷൻ ഇല്ല എന്നുള്ളത്. അല്ല, ഇത് ഒരു നാടിനെ തകർക്കുന്ന, ഒരു നാടിൻ്റെ ജനതയുടെ ജീവിതത്തിന് ഭീഷണി എന്ന പ്രവൃത്തി നടന്നു വരുന്നത്. വികസനത്തിന് ആരും എതിരില്ല, വികസനം നടക്കണം. പക്ഷേ ആ വികസനത്തിൻ്റെ പേരും പറഞ്ഞ് ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെ ജീവിതത്തെയും അതുപോലെ തന്നെ ഒരു നാടിനെ ഉണ്ടാക്കുന്ന നടപടി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഇതൊരിക്കലും തുടരാൻ പറ്റിയ കാര്യമല്ല. മാത്രമല്ല, ഈ മണ്ണെടുക്കുന്നതിന് ഉള്ള പെർമിഷൻ ഡിസംബർ മാസം 6-ാം തീയതി അവസാനിച്ചാണ് മനസ്സിലാക്കുന്നത്. 2-3 കാര്യം പറയാനുള്ളത്. ഒന്ന്, ആ പെർമിഷൻ ഇല്ലാതെയാണ് മണ്ണെടുത്തെങ്കിൽ എടുത്തവർക്ക് നടപടി വേണം. രണ്ടാമത്, പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെർമിഷൻ റദ്ദാക്കണം. ദേശീയപാത വികസനത്തിന് മണ്ണ് കണ്ടെത്താൻ വേറെ ജനജീവിതത്തെ ബാധിക്കാത്ത ഇടം കണ്ടെത്താൻ സർക്കാർ തയ്യാറാവണം. ഇതൊരു ന്യായമായ സമരം ചെയ്ത സമരക്കാരെ ഇവിടുന്ന് വലിച്ചഴക്കിയ പോലീസ് അതിക്രൂരമായിട്ടാണ് അവർ നേരിട്ടിരിക്കുന്നത്. ആ നടപടി സ്വീകരിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണം, ഡിപ്പാർട്ട്മെൻറ്റ് വേണം. മാത്രമല്ല, സ്ത്രീകളോടും കുട്ടികളോടും സമാധാനമായി സമരം നടത്തിയോടും ഏതോ ഒരു ഭീകരവാദികളെ നേരിടുന്ന രൂപത്തിലാണ് പോലീസ് നേരിട്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ആ പോലീസുകാർക്കെതിരെ നടപടി വേണം. മാത്രമല്ല, ഈ നാടിൻ്റെ സംരക്ഷണത്തിനായി ജനങ്ങളുടെ ജീവിതത്തിന് അപകടം വരുന്നതിനെതിരെയുള്ള ഇവിടെ സമരസമിതി നടത്തുന്ന സമരത്തിനോടൊപ്പമാണ് കോൺഗ്രസ്. ആ സമരത്തിന് പിന്തുണയുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഈ സമരത്തിനെ കോൺഗ്രസ് പരസ്യമായി പിന്തുണയ്ക്കും. ഞാനിപ്പോൾ താസിദോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചതിന് പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. നേരത്തെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏത് ഡേറ്റ് വരുന്നുണ്ട് അതെനിക്കറിയില്ല എന്ന്. ഒരു താസിദ്ദാർക്ക് അറിയില്ല എന്നാണ് പറയുന്നത് ഈ വിവാദം നടത്തിയിട്ട് പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് പെർമിഷൻ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത് അനധികൃത മണ്ണെടുപ്പ് തന്നെയാണ്. അപ്പോൾ അതിനെതിരെ ക്രിമിനൽ കുറ്റം നടപടിയെടുക്കണം. അത് തീരണം. അത് ചെയ്യാതെ അത് തടയാൻ വന്ന സാധാരണക്കാരനെ ഉപദ്രവിച്ച പോലീസ് പഠിക്കുന്നവരെ 2 കുറ്റത്തിനും കേസെടുക്കണം. താസിദ്ദാർ ഉത്തരവാദിത്തം സംസാരിക്കുന്നത്. താസിദ്ദാർക്ക് അറിയാതെ എങ്ങനെ മണ്ണെടുക്കുക? പെർമിഷൻ ഉണ്ടോ ഇല്ലയോ താസിദ്ദാർക്ക് അറിയില്ല, പിന്നെ ആർക്കാണ് ഇത് അറിയുക? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു മാഫിയുണ്ട് സംശയിക്കുന്നുണ്ട്. അതിന് നടപടി വേണം. അതാണ് അന്വേഷിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, പെർമിഷൻ ഇല്ലാതെ ഇത്തരം ഖനനമായാലും മണ്ണെടുപ്പ് നടക്കുന്ന മാഫിയയുടെ നേതൃത്വത്തിലാണ്. ഇതിൻ്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ വ്യക്തമാകുന്നത് ഒരു മാഫിയ ഉണ്ടോ സംശയിക്കുകയാണ്. താസിദ്ദാർക്ക് പോലും പെർമിഷൻ ഇല്ല എന്നറിയെങ്കിൽ ആരുടെ അറിവോടുകൂടിയാണ് എടുക്കുന്നത്? എന്ത് ബലത്തിലെടുക്കുന്നത്? ആരാണ് അതിന് പിന്നിൽ? അതുകൂടി അന്വേഷിക്കണം. നിങ്ങളുടെ പഞ്ചായത്ത് അംഗം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം പോലീസ് നടപടി നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് എന്തെങ്കിലും ചെയ്യും? അല്ല, ഞാനിപ്പോൾ അവരുടേക്കാണ് പോണത്. അപ്പോൾ അവർ ഞങ്ങളുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോലീസ് സ്റ്റേഷനുള്ളത്. ഞാനവിടെ പോയി ചോദിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. അതായത് ഈ മണ്ണെടുപ്പ്, അനധികൃത മണ്ണെടുപ്പിനെ അവർക്കെതിരെ നടപടിയെടുക്കാതെ അത് തടയാൻ പോകുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതാണോ പോലീസിൻ്റെ നീതി? എങ്കിൽ ആരുടെ സമ്മർദ്ദപ്രകാരമാണ് ഈ മണ്ണെടുക്കുന്ന പിന്നിൽ ആരാണ്? അത് കണ്ടെത്തേണ്ട പോലീസ് ആദ്യം. താസിദ്ദാർക്ക് പോലും അറിയില്ല പെർമിഷൻ ഉണ്ടോ ഇല്ലോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ മാഫിയ ആയിരിക്കില്ലേ? ഇതിന് പിന്നിൽ മാഫിയ ഞങ്ങൾ സംശയിക്കുന്നത്. അതുകൂടി അന്വേഷിക്കണം പോലീസ്. അധികൃതർ. ഒരു ചർച്ചയും തിരക്കിടില്ല ഈ കാര്യത്തിൽ. ഇനി ഇവിടുത്തെ പ്രതിഷേധിക്കുന്ന നാട്ടുകാർക്കൊപ്പമാണ് കോൺഗ്രസ്. നടക്കില്ല, അനുവദിക്കില്ല. അല്ല, അതാണ് പറഞ്ഞത്. ജനകീയ സമരത്തെ നേരിട്ട രീതി ഞാൻ പറഞ്ഞില്ല. പോലീസുകാർക്കെതിരെ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ വേണം. ഇത് തോന്നിവാസം ചെയ്തിരിക്കുന്നത്. സമാധാന സമരം ചെയ്ത സ്ത്രീകളെയും അതുപോലെ മാന്യന്മാരായ ആളുകളെയും വലിച്ചഴിച്ച് കൊണ്ടുപോവുക, ബൂട്ടിട്ട് ചവിട്ടുക, ഇതൊക്കെ രീതി കേരളത്തിൽ നടക്കാൻ പറ്റിയ കാര്യമാണോ? തീവ്രവാദികളെ നേരിടുന്നതിനേക്കാളും വളരെ മോശമായിട്ടല്ലേ ഈ സമരക്കാർ നേരിടുന്നത്? ഇത് 2 വനിതകൾ ആശുപത്രികളുള്ളത്. ഇതിനെതിരെ ശക്തമായി നടപടി സ്വീകരിക്കണം. ഞാനിപ്പോൾ ജില്ലാ കളക്ടറെ വിളിക്കുന്നുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് കാര്യമില്ല, ജില്ലാ കളക്ടറെ വിളിക്കുന്നുണ്ട്, അധികൃതരെ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നടപടി വേണം. കാര്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു. 11 വയസ്സുള്ള ഒരു കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതാ ഞാൻ പറയും, സ്ത്രീകളെ, കുട്ടികളെ, പ്രായം ചെന്നവരെ ഏറ്റവും മാനം മര്യാദയുടെ പൊതുപ്രവർത്തനം നടത്തുന്ന ജീവിക്കുന്ന ആൾക്ക് നടപടി. ഈ നടപടി അപലപിക്കുന്നു മാത്രമല്ല കേരളത്തിനും നാടിനും അപമാനമാണ്.